ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതൊന്ന് മാത്രമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി ഈ 2025 ഇത് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കിട്ടാമെന്നുള്ളതാണ്. ഈ ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ വീഡിയോ മാത്രം കണ്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വർഷത്തെ 2025 ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഐ പ്രോമിസ് ആൻഡ് ട്രസ്റ്റ് മീ. അപ്പം ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം. ഇതിലൊരു തെറ്റും വരുത്തരുത്, ഒരു ചേഞ്ചും വരുത്താതെ നിങ്ങൾ എന്നും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് 2025 ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നീറ്റ് എക്സാം പേപ്പർ എടുത്താൽ ഹാഫ് എടുക്കുന്നത് ബയോളജിയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്ര മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് നീറ്റിൽ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ബയോളജിയിൽ ഒരു ഏറ്റവും നല്ല ടിപ്പാണ്, ആദ്യം നമ്മൾ ബയോളജിക്ക് ആകെ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് NCERT മാത്രമാണ്. മറ്റേത് MBBS ലെവലിലൊക്കെ നോട്ട്സ് വരും, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ NCERT മാത്രം നോക്കിയിട്ട് NCERTയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻസ് നമ്മൾ എക്സാമ്പിൾസ് സ്ഥിരമായിട്ട് മറന്നു പോകുന്ന കാര്യങ്ങൾ എടുത്തിട്ട് വേറൊരു ബുക്കിൽ എഴുതുക. ആ ബുക്ക് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓൾമോസ്റ്റ് വീക്ക്ലി ഈ ബുക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ബയോളജിക്ക് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അടുത്തതാണ് കെമിസ്ട്രി. പിന്നെ അത് മാത്രമല്ല, ബയോളജിക്ക് നമ്മൾ മാക്സിമം MCQs സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കുന്നതിനേക്കാളും നല്ലതാണ്. കാരണം ഒരു വട്ടം വായിച്ചിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് കിട്ടും, നമുക്ക് എല്ലാം ഓർമ്മയിൽ നിൽക്കും. അടുത്താണ് ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഇതേ ബയോളജി പോലെ തന്നെ നമ്മൾ മാക്സിമം ടെക്സ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക, ഇക്വേഷൻസ് എഴുതിക്കൊണ്ടിരിക്കുക, NCERT മാത്രം നോക്കിയാൽ മതി. അടുത്താണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്കറിയാമല്ലോ, ഇച്ചിരി ടഫാണോ എന്ന് വെച്ചാൽ ടഫാണ്. അപ്പോൾ അതിന് നമുക്കൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബുക്കിൻ്റെ ഹാഫ് പേജ് എഴുതിയിട്ട് ഇക്വേഷൻസിൻ്റെ LHSും RHSും ഒക്കെ എഴുതുക. ഇതിൽ LHS നമ്മളിങ്ങനെ ഇക്വേഷൻ എഴുതിക്കുക, സോൾവ് ആക്കരുത്. അപ്പോൾ നമ്മൾ ആ പേജ് മറിച്ച് നോക്കുമ്പം എപ്പോഴും നമ്മൾ ആ RHS സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആക്ച്വലി നമ്മൾ മെമ്മറിക്ക് വേണ്ടി നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഓർഗാനിക് കെമിസ്ട്രി മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മെക്കാനിസംസും പഠിക്കണം, റെസണൻസ് പഠിക്കണം. ഇതൊക്കെയാണ് ഓർഗാനിക് കെമിസ്ട്രിക്കുള്ള ഈസി മെത്തേഡ്സ്. എല്ലാ മെക്കാനിസംസ്, റെസണൻസ്, പിന്നെ ഇത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നതിൻ്റെ റെസണൻസ് ഒക്കെ നോക്കണം. പിന്നെ നമ്മൾ എഴുതി വെച്ച LHS RHS ഇത് ഇടയ്ക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ മെക്കാനിസംസും റിവൈസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ബിഹൈൻഡ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ബിഹൈൻഡ് തിയറി വല്ലാതെ പോകണ്ട, സോൾവ് ക്വസ്റ്റ്യൻസ്, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഫിസിക്സാണ് നോക്കേണ്ടത്. ഫിസിക്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെമ്മറൈസ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫിസിക്സ് നിങ്ങളൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കണം. ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ട് മാക്സിമം ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ബൈഹാർട്ട് ചെയ്ത ഇക്വേഷൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ലോസ് ഓഫ് മോഷൻ എടുത്ത് പഠിക്കുക. അതെടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു 30 മിനിറ്റ് അതിൻ്റെ MCQ ചെയ്യണം, ഒരു കുഞ്ഞ് ടോപ്പിക്കിൻ്റെ. എന്നിട്ട് നമ്മൾ ഇതിൽ തെറ്റ് വരുന്ന കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് എന്ന് ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട്, മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് ഇത് പിന്നെയും നമ്മൾ എക്സാമിന് മുന്നേ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ബയോളജി റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇത് ജസ്റ്റ് ഒരു 4 മിനിറ്റ് വീഡിയോ, പക്ഷേ ഇത് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇത് ഫോളോ ചെയ്താൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നീറ്റിൻ്റെ ടിപ്പ്. അപ്പോൾ ഇതെല്ലാവർക്കും ആക്ച്വലി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.